എല്ലാ സുഹൃത്തുക്കൾക്കും ലൈഫ് വിഷൻ ടോപ്പ് സ്റ്റാറിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു. ഞാൻ GK തുമ്പക്കാരൻ. അങ്ങനെ ഓണം അവസാനിക്കുന്ന സമയമാണ്. ഇന്നത്തെ വീഡിയോ നമ്മൾ ആഘോഷ ലഹരിയിലാണെങ്കിലും നമുക്ക് നമ്മുടെ രാജ്യത്തിൻ്റെ കുറിച്ചുള്ള ചില വസ്തുതകൾ നാം മനസ്സിലാക്കിയിരിക്കണം. അതിനുവേണ്ടി ഒരു കുഞ്ഞു വീഡിയോ ആണ്. നമുക്കറിയാം, ഇപ്പോൾ ഇന്ത്യയും അമേരിക്കയും തമ്മിൽ ചെറിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടുണ്ട്. അതൊരു പെർമനൻ്റ് എന്ന് പറയേണ്ട സമയമായിട്ടില്ല. ഒരു താൽക്കാലികമായിട്ടുള്ള ചെറിയൊരു ബുദ്ധിമുട്ടുകൾ, അത് കൂടുതൽ നാൾ നീണ്ടു നിൽക്കില്ല. എന്തെങ്കിലും അതിനൊരു പരിഹാര മാർഗം ഉണ്ടാകും. അത് പരസ്പരം രണ്ട് രാജ്യങ്ങളും കണ്ടെത്തിയിരിക്കും. എന്നാൽ ധൃതി പിടിച്ച് ഇപ്പോൾ നരേന്ദ്രമോദി ചൈനയിൽ പോയി, നരേന്ദ്രമോദി, ഷിപ്പിംഗ്, പുടിൻ ഇവരൊക്കെ ചേർന്നിട്ടുള്ള ഒരു ത്രിമൂർത്തി സംഗമം ഒക്കെ നടന്നു. എല്ലാ ലോകരാജ്യങ്ങളും അതിനെ വലിയ കൗതുകത്തോടൊപ്പമാണ് കാണുന്നത്. എന്തുമായിക്കോട്ടെ, ഒന്ന് പറയാനുള്ളത്, നാം ചൈനയുമായി അടുക്കണം, നമ്മുടെ നെയ്ബറാണ് ഒക്കെയാണ് എങ്കിൽ തന്നെ, എൻ്റെ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു, എന്തിനും ഒരു മാർജിൻ വച്ചിട്ടുള്ള ഒരു ബന്ധം മാത്രമേ ചൈനയുമായി ഉണ്ടാക്കാവുള്ളൂ. കാരണം അവർ ചതിയന്മാരാണ്. ശരിക്കും പറഞ്ഞാൽ അവർ ചതിയന്മാരാണ്. അതിൽ യാതൊരു വ്യത്യാസവുമില്ല. ഇന്നും നമ്മുടെ ഭൂപ്രദേശം അവർ പിടിച്ചു വച്ചിരിക്കുകയാണ്. പോരാത്തതിന് നമ്മുടെയും ചൈനയുടെയും അതിർത്തികൾ പങ്കിടുന്ന കുഞ്ഞു രാജ്യങ്ങളെ ഇവർ അവരുടെ രാജ്യത്തിൽ കിടക്കാൻ വിസ വരെ ഇല്ലാത്തൊരു സാഹചര്യം സൃഷ്ടിച്ചിരിക്കുകയാണ്. അപ്പോൾ ഇവരുടെ ഉദ്ദേശശുദ്ധി എന്താണെന്ന് നമുക്കറിയുമല്ലോ. തൈവാനെ പിടിച്ച് ഇവരുടെ രാജ്യത്തിനോട് ചേർക്കാൻ തീവ്രശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഏഷ്യയിൽ ഇവർക്ക് കോൺക്വർ ചെയ്യണം, ഇതാണ് അവരുടെ ഉദ്ദേശം. അതിന് മറ്റൊന്നിനും ഒരു ഉദ്ദേശവുമില്ല. അതിനായി അവർ എന്ത് വിട്ടുവീഴ്ചയ്ക്കും നമ്മുടെ രാജ്യത്തോട് സന്ധി ചെയ്യാൻ അവർ തയ്യാറാണ്. ശ്രദ്ധിക്കുക, നരേന്ദ്രമോദിയോടും അമിത്ഷായോടും നമ്മുടെ ഈ ഫോറിൻ മിനിസ്റ്ററോടൊക്കെ ഒന്ന് പറയാനുള്ളത്, നിങ്ങൾ ഈ ഭരണത്തിൽ വന്ന് 10 വർഷം ഉണ്ടാകുന്നു. ഒന്ന് മനസ്സിലാക്കുക, ഇതിനു മുമ്പ് കുറേ അധികം വർഷങ്ങൾ ഇന്ത്യയും ചൈനയും തമ്മിലുള്ള ബന്ധങ്ങളെക്കുറിച്ച് അറിയാം. നിങ്ങൾക്കറിയാം, 1962 തുടങ്ങി വെച്ച യുദ്ധം, അവിടുത്തെ പ്രധാനമന്ത്രി ഇന്ത്യയിൽ വന്ന് പഞ്ചശീല എന്ന് പറഞ്ഞ വലിയൊരു വാചകങ്ങളൊക്കെ അടിച്ച് എഗ്രിമെൻറ്റ് ചെയ്ത് പോയിട്ടാണ് അതിർത്തി അറ്റാക്ക് ചെയ്യാൻ ശ്രമിച്ചത്. ഒത്തിരി പട്ടാളക്കാരെ നഷ്ടപ്പെട്ടത്. ഇന്നും അതിനൊരു കുറവുമില്ല. ആ പ്രക്രിയ തുടർന്നുകൊണ്ടേയിരിക്കുന്നു. പക്ഷേ ഇപ്പോൾ വെടി പൊട്ടിക്കുന്നതിൽ ഇത് മാത്രമേ ഉള്ളൂ. പക്ഷെ അതുകൊണ്ട് ഇന്ത്യയും ചൈനയും തമ്മിൽ ഒരു വലിയ രീതിയിലുള്ള ഒരു റിലേഷൻഷിപ്പ് ഉണ്ടായിട്ടില്ല. ഇനി ഉണ്ടാക്കാം എന്ന് ധരിക്കുന്നെങ്കിൽ ആ ധാരണ നല്ലത് തന്നെ. പക്ഷേ അത് എത്ര കണ്ട് പ്രായോഗികമാക്കുമെന്ന് നമുക്കൊന്ന് ചിന്തിക്കാമെന്നുള്ള കാര്യങ്ങളേ ഉള്ളൂ. ഇത് ജസ്റ്റ് ഒരു സുപ്രഭാത് അല്ലെങ്കിൽ ഒരു മാസം കൊണ്ട് ഗിമിക്സ് കാണിച്ച് ചെയ്യാമെന്നുള്ള കാര്യങ്ങളല്ല. വളരെ ദീർഘവീക്ഷണത്തോടു കൂടി നാം ഇതിനെ കാണാവൂ. നെയ്ബറാണ്. നെയ്ബർ എന്താണെന്ന് ചരിത്രം പഠിപ്പിച്ചു തന്നു. ഇവിടെ ഉള്ള കുറേ രാഷ്ട്രീയ ഭരണപക്ഷക്കാർ ആശ്പൂഷ് എന്നൊക്കെ പറയും. പാവം, ഇവർക്കറിയില്ല. കുറച്ച് ബജ്രനങ്ക ആൾക്കാരുണ്ട്. അവർ കുറച്ച് കൊടിയും കുന്നാമയും കൂട്ടി ജയ് ശ്രീരാമെന്ന് വിളിച്ച് നടക്കുന്നതല്ല ഗ്ലോബൽ പോളിറ്റിക്സ് എന്ന് പറയുന്നത്. അവർക്കത് അറിയില്ല.
കാരണം ഈ ശരിക്കും പറഞ്ഞാൽ ഈ ഭരണകൂടം ആഗ്രഹിക്കുന്നത് രാജ്യത്ത് ഏത് മനുഷ്യരെ, അത് ദളിതരോ അപ്പർ ക്ലാസ് ആൾക്കാരോ, അവരെ ഈക്വലായി കണ്ട് അവർക്ക് വേണ്ട വിദ്യാഭ്യാസ സൗകര്യങ്ങളും മറ്റെല്ലാവിധ സൗകര്യങ്ങളും ഉണ്ടാക്കി അവരെയുമെല്ലാം ഒരു ഈക്വലൈസ് സെൻസിൽ കൊണ്ടുവരാനുള്ള ശ്രമം ഇതുവരെ നടന്നിട്ടില്ല. ഇന്നും ദളിതരായും ഹയർ ക്ലാസ്സിനെ ഹയർ ക്ലാസ്സുമായിട്ട് മാത്രം തന്നെയാണ് കണ്ടിരിക്കുന്നത്. അത് വടക്കേ ഇന്ത്യയിൽ എനിക്ക് അറിയാവുന്നതാണ്. ഞാൻ വടക്കേ ഇന്ത്യയിലൊക്കെ സർവീസ് ചെയ്തിട്ടുണ്ട്. ഞാൻ മിലിറ്ററിയിലൊക്കെ ഉണ്ടായിരുന്നപ്പോൾ ആ വടക്കേ ഇന്ത്യ ആ ഭാഗങ്ങളെല്ലാം ഞാൻ യാത്ര ചെയ്തിട്ടുള്ളതാണ്. ഇവരേറ്റവും കൂടുതൽ ശ്രദ്ധിക്കുന്നത് എവിടെയാണോ വിദ്യാഭ്യാസം ഇല്ലയോ അവിടെയാണ് കൂടുതൽ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്നത്. വിദ്യാഭ്യാസമില്ലാത്ത മേഖലകളാണ് ഇന്ന് ഈ കൂടുതലും ഈ എന്താ പറയുക ബജ്രദങ് അങ്ങനെയൊക്കെയുള്ള ആൾക്കാരുണ്ടാകുന്നത്. ഈ ആൾക്കൂട്ട കൊലയും മറ്റു എല്ലാവിധ അനാവശ്യ കാര്യങ്ങളും ഉണ്ടാകുന്നത് ഈ വിദ്യാഭ്യാസം ഇല്ലാത്ത മേഖലകളിലാണ്. എന്തിനും ജയ് ശ്രീറാം ആണ് ഇവരുടെ മുദ്രാവാക്യം. ഇതൊന്നും പ്രായോഗികമല്ല. ഇതൊക്കെ കൊണ്ട് ഒരുപാട് നാൾ ഒന്നും മുമ്പോട്ട് പോകാനും പറ്റില്ല. ഇവരുടെ ഏറ്റവും വലിയ ഹോബി പോയ ഗവൺമെൻറ്റിൻ്റെ ചീത്ത വിളിക്കുക, അവരെ അധിക്ഷേപിക്കുക. കാശ്മീരിൽ സ്വയം ഭരണാവകാശം ഒക്കെ കൊടുത്തു. കാശ്മീരിൽ എന്ത് വ്യത്യാസം ഉണ്ടാകും നമുക്കറിയാം. എപ്പോഴും പൊട്ടലും ചീറ്റലും ഒക്കെ ഉണ്ട്. എന്താണ് ചെയ്യുക? ഈ രാജ്യത്തിൻ്റെ ഉള്ളിൽ ഭീകരവാദികൾ കടന്നു വരുന്നു, അനായാസം അവരാൾക്കാരെ വെടിവെച്ച് കൊല്ലുന്നു, അവർ തിരിച്ചു പോകുന്നു. ഇത് കഴിയുമ്പോൾ തുടങ്ങും നമ്മുടെ ഭരണകർത്താക്കൾ എടുത്ത് പട്ടാളക്കാരനോട് എയർഫോഴ്സിനോട് അവിടെ പോയി 2-3 ബാമ്പ് അവിടെ ഇവിടെയൊക്കെ ഉണ്ട് ആഷ് പൂഷ് നടത്തി അതിന് എന്തോ ഓപ്പറേഷൻ സിന്ദൂർ എന്നുള്ളൊരു പേര് കൊടുക്കുക. പിന്നെ അത് ഓപ്പറേഷൻ സിന്ദൂർ തീർന്നിട്ട് ഇപ്പം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെയാണ് ഇവരുടെ ഗിമിക്സ്. ദിസ് ഈസ് നോട്ട് ദ റൈറ്റ് തിങ്. ഇങ്ങനെ അല്ല വേണ്ടത്. രാജ്യത്ത് വേണ്ട സമാധാനമാണ്, ഭീകരവാദത്തെ ഇല്ലായ്മ ചെയ്യുക, ഇതൊക്കെയാണ് വേണ്ടത്. ഇത് ഭീകരവാദി വന്ന് അവൻ്റെ ഭീകരവാദത്വം അഴിഞ്ഞാട്ടവും ഒക്കെ കാണിച്ച് പോയതിന് ശേഷം ഇവിടെ നിന്ന് സേനയ്ക്ക് ആർഡർ കൊടുക്കും, പോയി അവിടെ നിന്നൊരു നടത്തി കുറച്ച് എന്തെങ്കിലുമൊക്കെ ഫയറിങ്ങൊക്കെ ചെയ്ത് ഇങ്ങോട്ട് പോരാം. പിന്നെ അതിനെ വെച്ച് അത് ജയിച്ച് ഇത് ചെയ്യും. പിന്നെ അതിനു വേണ്ടി കുറേ പ്രൊപ്പഗണ്ടയും കാര്യങ്ങളും. ദിസ് ഈസ് നോട്ട് ദ വേ. അതിനിപ്പോൾ പ്രതിപക്ഷത്തിൽ ആരെങ്കിലും എന്തെങ്കിലും ചോദിച്ചാൽ പ്രതിപക്ഷത്തിന് അത് ഉഡായിപ്പാണ്, അത് ശരിയല്ല, രാജ്യസ്നേഹികളൊക്കെ ഒന്ന് കാണിക്കുക. സോ ഈ മോദിജിയും അമിത്ഷായും ശരിക്കും ശ്രദ്ധിക്കുക. നിങ്ങൾ കാട്ടിക്കൂട്ടുന്നതെല്ലാം നല്ലതെന്ന് നിങ്ങൾ കാണരുത്. നിങ്ങൾക്ക് നിങ്ങളുടെ കുറേ അണികൾ ശരിയെന്ന് പറഞ്ഞാലും അണികളിൽ അതിനേക്കാളും കുറച്ചുകൂടി മറ്റുള്ളൊരു ഓപ്പോസിഷൻ ആൾക്കാരും ഉണ്ട്. അവർ നിങ്ങളുടെ മുന്നിൽ വന്ന് അങ്ങനെ സമരം ചെയ്യലും ഒന്നും ചെയ്യില്ല. ബട്ട് അവരവരുടെ മനസ്സിൽ വയ്ക്കുന്നുണ്ട്, ബുദ്ധിമുട്ടുകളുണ്ട്. നിങ്ങൾ നോട്ട് നിരോധനം കൊണ്ടുവന്നു. നോട്ട് നിരോധിക്കുന്നതിന് മുമ്പ് തന്നെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കോർപ്പറേറ്റീവിനോട് പറഞ്ഞു അവരുടെ 1000 രൂപ നോട്ടുകളെല്ലാം മാറ്റി അവർ കംപ്ലീറ്റ് സേഫായതിന് ശേഷം ഒരു രാത്രി നിങ്ങൾ ഡിക്ലെയർ ചെയ്യുന്ന നാളെ മുതൽ 1000 നോട്ടില്ല. പാവം കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി പിള്ളേരുടെ കല്യാണത്തിനും എന്തിനൊക്കെ വേണ്ടി സ്വരൂപിച്ച് ചോദിച്ചാൽ നോട്ട് കെട്ടുമായി അവർ ഒന്ന് മാറ്റിയെടുക്കാൻ ചെന്ന് ക്യൂവിൽ നിന്ന് തളർന്നു വീണവരുണ്ട്, മരിച്ചവരുണ്ട്, ഒത്തിരി വിഷമിച്ചവരുണ്ട്. അതിനോട് നല്ലൊരു സുന്ദരമായ പ്രഖ്യാപനവും കൊടുത്തു. ഈ കള്ളപ്പണം പിടിക്കാനാണ്, കള്ളം പിടിച്ച കപ്പൽ കണക്കിന് പിടിച്ചിരിക്കുക. അവരെല്ലാം പിടിച്ച് ആ പണമെല്ലാം ഓരോ പാവപ്പെട്ടവൻ്റെ അക്കൗണ്ടിലും ഇട്ടുകൊടുക്കും. ലക്ഷങ്ങൾ. എന്തുണ്ടായി? ഇല്ല. പ്രഖ്യാപനങ്ങളുടെ രാജകുമാരന്മാരായിട്ടാണ് ഇപ്പോൾ ഭരണപക്ഷം ചെയ്തുകൊണ്ടിരിക്കുന്ന ഓരോ പ്രഖ്യാപനങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ല. ഇപ്പോൾ GST ഇത്രയൊക്കെ ആക്കി വെച്ച് ഇപ്പോൾ അങ്ങോട്ട് കുറച്ച് എന്തിനാണ് ഇപ്പോൾ കുറച്ചത്? ഇതിൻ്റെ കാര്യമില്ലായിരുന്നു. ഇപ്പോൾ അമേരിക്ക വന്ന് ടാക്സ് കൂട്ടിയപ്പോൾ ഇവിടെ ആകെപ്പാട് മാറി പിടിച്ച് ബഹളം, ഒച്ചപ്പാട്, മതി ഇതെന്നോ ഇതെല്ലാം നമ്മൾ ആൻറ്റിസിപ്പേറ്റ് ചെയ്യണം. ഏത് ബിസിനസ്സിലും ആരുമായിട്ട് എത്ര ഫ്രണ്ട്ഷിപ്പായിരുന്നാലും ഒരിക്കൽ ഒരു പക്ഷേ അതിനൊരു എന്തെങ്കിലും ഒരു മാറ്റം വന്നേക്കാമെന്നുള്ളൊരു ബോധം, ഒരു ധാരണ,
ഓരോ ഭരണകർത്താക്കളിലും ഉണ്ടായിരിക്കണം. സോ ഇന്നത്തെ രാജ്യത്തിൻ്റെ നില അത്ര ശുഭകരമല്ല. എന്നാൽ നമുക്കിനിയും ഡെവലപ്പ് ചെയ്യാം. അതിനുള്ള ഇൻഫ്രാസ്ട്രക്ചറുണ്ട്, അതിനുള്ള മാൻ പവറുണ്ട്, ഒക്കെയുണ്ട്. പക്ഷെ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ രാജ്യത്തെക്കുറിച്ചും നമ്മുടെ ജനങ്ങളെക്കുറിച്ചും അവിടെ പാർഷ്യാലിറ്റി വയ്ക്കാൻ പാടില്ല. അവിടെ ഭരണപക്ഷമെന്നോ പ്രതിപക്ഷമെന്നോ മറ്റു പാർട്ടികളോ ഒന്നും നമ്മൾ കാണരുത്. എല്ലാം ഈക്വലൈസായിട്ട് ഒരേ രീതിയിൽ കാണുക. അല്ലാതെ 2, 3, 5 കോർപ്പറേറ്റീവ്സിന് വേണ്ടി മാത്രം ഭരണം നടത്തി അവർക്ക് വേണ്ടി മാത്രം എല്ലാം ചെയ്തു കൊടുക്കുന്ന ഒരു സംവിധാനം ഉണ്ടാകരുത്. എല്ലാ പാവപ്പെട്ടവനും അവൻ അതിൻ്റേതായ ബെനിഫിറ്റ് കിട്ടിയിരിക്കണം. അത് വളരെ പ്രധാനമാണ്. അല്ലാതെ വല്ല CBI ഇവരെയും വച്ച് എന്തെങ്കിലും സത്യങ്ങൾ വിളിച്ചു പറഞ്ഞ് പിന്നെ അകത്താക്കുക, അവനെ നോട്ടീസ് അയക്കുക, അവനെ കൊണ്ട് ജയിലിലടപ്പിക്കുക. പിന്നെ ഏതെങ്കിലും ഇലക്ഷൻ നടക്കും മാന്യമായ രീതിയിൽ ഇലക്ഷൻ നടത്താതെ തങ്ങളുടെ പാർട്ടിയുടെ വോട്ട് നിറയ്ക്കാനുള്ള സംവിധാനം ചെയ്തു കൊടുക്കുന്നവരെ തലപ്പത്തിരുത്തി ഈ ഗിമിക്സൊക്കെ കാണിക്കുക എന്ന് പറഞ്ഞാൽ ഒരുപാട് നാളിത് നിൽക്കില്ല. ഇപ്പോൾ തന്നെ രാജ്യത്തിൽ ഉള്ള എല്ലാവർക്കും കഴിഞ്ഞ ഇലക്ഷനിൽ നടന്ന ഗിമിക്സുകളെക്കുറിച്ച് നല്ല ബോധ്യമുണ്ട്. എല്ലാവരും ഇപ്പോൾ ജാഗ്രത കാണിക്കുന്ന കൂട്ടത്തിലാണ്. മുൻകാലങ്ങളിൽ അത്രയൊന്നും അല്ലെങ്കിലും പക്ഷെ ഇപ്പോൾ മനുഷ്യൻ മനസ്സിലാക്കുന്നു എന്തൊക്കെയോ പിശകുകൾ സംഭവിച്ചതായി. അത് ഈവൻ ഇലക്ഷൻ കമ്മീഷൻ്റെ വായിൽ നിന്ന് തന്നെ അങ്ങനെ ചെറിയ ചെറിയ ഇൻഫർമേഷൻ കിട്ടിത്തുടങ്ങി. അദ്ദേഹത്തിന് അതിൻ്റേതായ ഒരു യാഥാർത്ഥ്യ ബോധത്തോട് ഒരു യോജിച്ചുള്ള ഒരു പ്രവൃത്തി ചെയ്യാൻ സാധിക്കാത്ത അവസരങ്ങൾ സംജാതമുണ്ടായി. അദ്ദേഹം എന്തോ രാജിവെക്കേണ്ട ഒരു മൂഡിലാണെന്നാണ് അറിയുന്നത്. എത്ര കണ്ട് വാസ്തവമെന്ന് അറിയില്ല. സോ നിങ്ങൾ അമേരിക്കയുമായി അവിടെ നിന്ന് തലകുനിക്കേണ്ട, അവർക്ക് തോക്കേണ്ടതിൻ്റെ കാര്യമൊന്നുമില്ല. ബട്ട് പോളിസി വൈസ് ഒരു ഗ്ലോബൽ പൊളിറ്റിക്സ് വെച്ച് ഏതിനോടും ആരോടും ബന്ധപ്പെടുമ്പോഴും നമ്മുടെ സുരക്ഷിതത്വം നാം ഉറപ്പാക്കിയിരിക്കണം. 100% ആരെയും വിശ്വസിക്കേണ്ട. ആര് സുഹൃത്തായി വന്നാലും നമുക്കും അവരെ സുഹൃത്തായി കാണും. ബട്ട് നമ്മുടെ ആ ഒരു സുരക്ഷിതത്വം നാം എപ്പോഴും കാക്കേണ്ട ഒരു ആവശ്യമാണ്. പിന്നെ അധികാരം കിട്ടണമെന്നും പറഞ്ഞ് അതിൽ തന്നെ തൂങ്ങിക്കിടക്കാൻ വേണ്ടി ശ്രമിക്കരുത്. സത്യസന്ധമായി ഭരണം നടത്താൻ ശ്രമിക്കുക. ശരിയും തെറ്റും കണ്ടറിയുക. ഒരു അവരാണ് ശരിയെന്ന് പറയുന്നെങ്കിൽ അത് അംഗീകരിക്കുക. അത് പാർലമെൻറ്റിൽ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ സ്പീക്കറെ വെച്ച് അത് നോ എന്ന് പറയിക്കരുത്. തെറ്റാണ്. ഒരു ഫ്രീ മൂവ്മെൻറ്റ്സ് കൊടുക്കുക. അവരവരുടെ അഭിപ്രായങ്ങൾ കറക്റ്റായി പറയാൻ അനുവദിക്കുക. ഇപ്പം നിങ്ങൾ മറ്റൊന്ന് പറഞ്ഞ ഗർവാപ്പസി നിങ്ങൾ ഗർവാപ്പസിയൊക്കെ ചെയ്യുന്നത് നല്ലതാണ്. ഗർവാപ്പസി വരുമ്പോൾ അവരെ നിങ്ങൾ ഏത് ഗണത്തിൽ പെടുത്തുന്നെന്ന് കൂടി ഒന്ന് പറയണം. സെയിം ദളിതർ. ഈ ഗർവാപ്പസി എന്ന് പറയുന്ന ആളിന് ദളിതരല്ല, അവരെക്കാളും അപ്പർ ക്ലാസ് ആൾക്കാരാണ്. സോ ആ അപ്പർ ക്ലാസ്സിലേക്കാണോ ഇവരെ എടുക്കുന്നത് ഗർവാപ്പസി? അതും കൂടെ ഒന്ന് ബോധ്യപ്പെടുത്തേണ്ട കാര്യമുണ്ട്. പിന്നെ നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് എല്ലാവർക്കും വിദ്യാഭ്യാസം കൊടുക്കുക. അവരുടെ ബ്രെയിൻ വർക്ക് ചെയ്യാനുള്ള സാഹചര്യം സൃഷ്ടിക്കുക. ഈക്വലൈസ് ചെയ്യിപ്പിക്കുക. എല്ലാവരും സമത്വമായി കാണാൻ ശ്രമിക്കുക. ഒരു അപ്പർ ക്ലാസ് ലോവർ ക്ലാസ് എന്നുള്ള അതങ്ങ് എടുത്ത് കളയുക. ഈ നമ്മുടെ വടിക്കാൾ നാരായണ ഗുരുസ്വാമി പറഞ്ഞിട്ടുണ്ടല്ലോ, അദ്ദേഹത്തിൻ്റെ വചനങ്ങൾ ഉൾക്കൊള്ളാൻ ശ്രമിക്കുക. ഒരു ജാതി ഒരു മതം, ഒരു ജാതി ഒരു മതം ഒരു ദൈവം. അർത്ഥവത്തായ വാക്കുകളാണ്. അതൊക്കെ ഒന്ന് അഡാപ്റ്റ് ചെയ്യുക. അല്ലാതെ അതൊരു സമയത്തിന് മാത്രം ഉപയോഗിക്കുന്ന ഒരു ഇതായിരിക്കും. എല്ലായ്പ്പോഴും അതായിരിക്കണം. അല്ലെങ്കിൽ ഈ കേരള ഗവൺമെൻറ് നടത്തുന്ന കണക്ക് പണ്ട് അയ്യപ്പൻ ടെമ്പിൾ ഒന്നുമല്ല,
അവിടെ അതൊന്നുമല്ലെന്ന് അംഗീകരിക്കാതെ കിടന്ന് അവിടെ എന്തൊക്കെയോ മാറ്റങ്ങൾ ഉണ്ടാക്കുമെന്ന് പറഞ്ഞ് കുറേ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കി കിടന്നല്ലോ. ഇതാ ഇപ്പോൾ എന്തോ അയ്യപ്പ മഹാസംഗമം എന്തൊക്കെയോ എന്നും പറഞ്ഞ് നടക്കുന്നത് വോട്ടിന് വേണ്ടി. അതൊന്നും കാര്യമൊന്നുമില്ല. അപ്പം ഇങ്ങനെയുള്ള ഗിമിക്സ് എല്ലാ സമയത്തും വിലപ്പോകില്ല. എപ്പോഴും വിചാരിക്കണം നമുക്കാലും ശത്രു സ്ട്രോങ് ആണെന്ന് മനസ്സിലാക്കുക. അപ്പോൾ അതിലുപരി നമ്മൾ സ്ട്രോങ് ആകണം. എങ്കിലേ നമുക്ക് ജീവിക്കാൻ പറ്റൂ, നമുക്ക് സുരക്ഷിതമായിരിക്കാൻ പറ്റൂ. ഇതൊന്ന് ഓർക്കുക. സോ ഈ നമ്മുടെ ഭരിക്കുന്നവരോട് ഒന്നുകൂടി പറയാനുണ്ട്, നല്ലത് തന്നെയാണ്. ചൈനയുമായി ഫ്രണ്ട്ഷിപ്പ് വേണം, വിരോധം വേണ്ട. അവരുമായിട്ട് ഫ്രണ്ട്ഷിപ്പ് ആകണമെങ്കിൽ അവർ നമ്മോട് ഇന്നലെ കാണിച്ചത് അതിനൊരു പരിഹാര മാർഗം അവർ കണ്ടിരിക്കണം. കണ്ടതിന് ശേഷം ആകാം നമുക്ക് ഈ എന്താ പറയുക ഒരു 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 സംവിധാനം രൂപപ്പെടുത്തേണ്ടത്. റഷ്യയും ചൈനയും ഇന്ത്യയും ഒക്കെ ചേർന്ന് നമുക്ക് എന്തെങ്കിലും ഒരു സംവിധാനം ഉണ്ടാക്കുന്നത് നല്ലത് തന്നെയാണ്. പക്ഷെ ആ സംവിധാനത്തിൻ്റെ ഉള്ളിൽ നിന്ന് നമുക്കിട്ട് പാര പണിയാൻ ശ്രമിക്കാൻ ചൈന തയ്യാറാകാതിരിക്കില്ല. അവരതേ ചെയ്യത്തുള്ളൂ. നമ്മളോടൊപ്പം വളരെ ഇതും നമുക്ക് എന്തോ അവരുടെ ഉൽപ്പന്നങ്ങൾ നമ്മുടെ ഇവിടെ നിന്നൊക്കെ കൊണ്ടുപോകാനൊക്കെ ഒരുപാട് താല്പര്യം കാണിക്കും. നല്ല എക്സ്പോർട്ട് ഒരു മാസം, ഒരു വർഷം, 2 വർഷം അവർ ലോങ് ടൈമിലാണ് അവർ വർക്കൗട്ട് ചെയ്യുന്നത്. ആലോചിക്കുക. അവർ നമ്മളെ അപായപ്പെടുത്താൻ, നമ്മൾ പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള ഒരു വ്യാപാരമോ ഒരു ബിസിനസ് കോൺസെപ്റ്റൊക്കെ നമ്മളുമായിട്ട് അവരുണ്ടാക്കും. കുറേ കോടികളുടെ ബിസിനസ്സിലൊക്കെ തരും. പക്ഷെ അതെല്ലാം താൽക്കാലികം. 1, 2, 3 വർഷത്തേക്ക്. അതിനുള്ളിൽ അവർ നമുക്ക് പണിയും തരും. അവർ നമുക്ക് പണി തരും. അവർ അവരുടെ അവരുടെ ആവശ്യങ്ങൾ നമുക്കിട്ട് ചൊറിയാൻ വേണ്ടി അവർ കണ്ടുപിടിച്ച ഒരു കുഞ്ഞു രാജ്യമാണ് ഈ പാകിസ്ഥാൻ. കഴിഞ്ഞാൽ അവരുടെ കേടി ആ ഗുണ്ടയെ ഉപയോഗിക്കും. നമ്മുടെ ഈ ലോക്കൽ ഗുണ്ടകളെ മനുഷ്യനെ ഒതുക്കണമെങ്കിൽ മുതലാളിമാർ ഗുണ്ടകളെ പിടിക്കണം. അവൻ്റെ കാശും കൊണ്ട് നീ പോയി അവനെ തട്ടിക്കണം. അതേപോലെ അവൻ്റെ കാശും കൊടുത്ത് പാകിസ്ഥാൻ നീ പോയി അവിടെ 2-3 ഫയറിങ് ഗെയിനും വയ്ക്കുമ്പോൾ നമ്മളവിടെ ഫയർ ചെയ്യാനും അത് ചെയ്യാനും നമ്മൾ അവിടെ ഇതാകും. അത് നമ്മൾ ആകെപ്പാട് അങ്ങനെ ഒരു കോൺസെൻട്രേഷൻ ആ സൈഡിലൊക്കെ ആക്കിയാൽ ഇവിടെ ഇവൻ്റെ പണി തുടങ്ങും. അതുകൊണ്ട് എന്ത് തന്നെ ആയിരുന്നാലും നരേന്ദ്രമോദിയോട് റിക്വസ്റ്റ് ചെയ്യാണ്, ചൈനയുമായിട്ടുള്ള കളി കുറച്ച് ശ്രദ്ധിക്കണം. കാരണം ഞാൻ ചൈന ബോർഡറിലേക്ക് പോയിട്ടാണ്. ഞാനൊരു പട്ടാളക്കാരനായിരുന്നു. എനിക്കറിയാം ഇവരൊക്കെ എങ്ങനെയാണ് ഏതാണെന്ന്. പാകിസ്ഥാനിലൊക്കെ പോയിട്ടുണ്ട്. അതായത് യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട് വി നോ എബൌട്ട് ഇന്ത്യ. അതായത് മോദിയെക്കാളും പ്രായവും കൂടുതലുള്ള ആളാണ് ഞാൻ. അതുകൊണ്ട് ഞാൻ മോദിജിയോട് പറയുന്നു, അമിത്ഷയോടും പറയുന്നു, നിങ്ങളുടെ പോളിസി നല്ലത് തന്നെ. നിങ്ങൾ ഗുജറാത്തിൽ അഹമ്മദാബാദിൽ എവിടെ എന്തൊക്കെ പ്രവർത്തനങ്ങൾ അതും എനിക്കറിയാം. ഞാൻ അവിടുത്തെ സ്ഥിരം സന്ദർശനമായിരുന്നു. എനിക്കവിടെ ഓഡിക്കോഡ് ബിസിനസ് കൊച്ചു ചെറിയ ബിസിനസ്സൊക്കെ ഉണ്ടായിരുന്നു. സോ വീണ്ടും വീണ്ടും പറയുന്നു, അമേരിക്കയുമായി നിങ്ങൾ പോയി അടിയറ പറയേണ്ട കാര്യമില്ല. സ്റ്റാൻഡ് യുവർ സെൽഫ്. ബട്ട് ആ അമേരിക്കയുടെ ഫ്രണ്ടിൽ നമ്മൾ സ്റ്റാൻഡ് ചെയ്യുന്നതിന് മറ്റൊരുത്തിൻ്റെ പോയി തല കുനിച്ചു കൊടുക്കരുത്. നമുക്ക് നമ്മുടെ ഇവിടെ കയറി എന്തും കണ്ടി ഞരങ്ങാന്നുള്ളൊരു സംവിധാനവും ഉണ്ടാക്കാതിരിക്കുക. അതുപോലെ തന്നെ ഈ ഇടയ്ക്കിടയ്ക്ക് എവനെങ്കിലും വന്ന് ഒരു 5-6 ആളുകൾ കൊന്നിട്ട് പോകും. അപ്പോൾ ഇവിടെ നിന്ന് കയറി മറ്റേ മിസൈലടിച്ച് ആ മിസൈലടിച്ച് അവിടെ ഓപ്പറേഷൻ തകർത്തെല്ലാം വന്ന് കുറച്ച് വീമ്പിളൊക്കെ ഈ സംവിധാനങ്ങളൊക്കെ ഒന്ന് നിർത്തി വയ്ക്കുക. അതിന് പകരം ആരും ഇങ്ങോട്ട് കടന്നു വരാതിരിക്കുന്നുള്ള ഒരു പ്രൊട്ടക്ഷൻ, ഒരു ഡിഫൻസ് ഫോർമേഷൻ ഉണ്ടാക്കിയെടുക്കുക. ഞാനൊക്കെ നാഗാലാൻഡിലൂടെയൊക്കെ സർവീസ് ചെയ്തതാണ്. ദിമാപൂരിൽ നിന്ന് ഞങ്ങൾ ഇംഫാല വരെ പോണത് ട്രക്കിലാണ്, കാൻവായിലാണ്. ഞങ്ങൾ പോകുമ്പോൾ 2 വശത്തും പെട്രോളിങ് എല്ലാം ഏർപ്പെടുത്തിയിട്ടാണ് ഞങ്ങളുടെ വണ്ടി പോകുന്നത്. ഞങ്ങൾക്കൊന്നും കുഴപ്പമുണ്ടായിട്ടില്ല. ഞങ്ങൾ ഇതായിരുന്നില്ല ഇവിടെ മറ്റേ സാമ്പ അതിർത്തിയിൽ പാകിസ്ഥാൻ നമ്മുടെ ജവാന്മാർ മരിച്ചത്. അവൻ്റെ വണ്ടി ഒന്ന് ഇടിച്ച് തകർത്ത് ആ CRP ആൾക്കാരെ കൊന്നത്.
സുരക്ഷിതത്വം അല്ലാത്ത കാരണം കൊണ്ടാണ്. അല്ലെങ്കിൽ അത്രയും CRPF ജവാന്മാർ മരിക്കില്ലായിരുന്നു. ഈസ് എ ലാക്ക്നെസ് ഓഫ് വടിക്കൽ സേഫ്റ്റി. ഈ കൊച്ചു കൊച്ചു കാര്യങ്ങളിൽ നാം ആരെയും കൊല്ലാക്കൊല ചെയ്യിക്കരുത്, അതിനുള്ള സാഹചര്യം ഉണ്ടാക്കരുത്. അതിന് ഇൻസ്ട്രക്ഷൻസ് കൊടുക്കുക, അവരെ ഫ്രീ ആയിട്ട് വിടുക. ഈ ആതങ്കവാദികളെ എങ്ങനെ പ്രിവെൻറ്റ് ചെയ്യണമെന്ന് അതിനുള്ള സേനയ്ക്ക് ഇത് കൊടുക്കുക. അവർ വേണ്ട രീതിയിൽ അവർ കൈകാര്യം ചെയ്യട്ടെ. അല്ലാതെ കാശ്മീരിന് സ്വയം ഭരണാവകാശം ഇതൊക്കെ കൊടുക്കുക നല്ലത് തന്നെയാണ്, സമാധാനം. പക്ഷേ എങ്കിലും അത് പൂർണ്ണതയിൽ എത്തിക്കാൻ ഇതുവരെ സാധിച്ചിട്ടില്ല എന്നുകൂടി നമ്മൾ മനസ്സിലാക്കണം. അതായത് BJP ഗവൺമെൻറ് തുടങ്ങി വെച്ചത് പലതും തുടങ്ങി വെച്ചു. പക്ഷെ അതിൻ്റെ അവസാനം എല്ലാം നല്ല രീതിയിലായിരുന്നില്ല. ഇനി തീരാത്തതായ കുറേ അധികം പ്രഖ്യാപനങ്ങളും ഉണ്ട്. അതിനെ ഒന്ന് ശ്രദ്ധിക്കുക, അപാകതകളെ കറക്റ്റ് ചെയ്യുക, പ്രതിപക്ഷ ബഹുമാനം കാണിക്കാൻ ശ്രമിക്കുക. പ്രതിപക്ഷം ഉന്നയിക്കുന്ന ആരോപണങ്ങൾ ശരിയോ തെറ്റോ സമാധാനമായി കേൾക്കുക, അത് നല്ല രീതിയിൽ മറുപടി കൊടുക്കുക. മറുപടി ആ പാർലമെൻറ്റിൽ മാത്രം അയക്കരുത്, പൊതുജനങ്ങൾ കേൾക്കുന്നതിന് പത്രപ്രസ്താവനകളിൽ കൂടെ തന്നെ നടത്തണം. അല്ലാതെ എന്തെങ്കിലും കാട്ടിക്കൂടിയ കുറേ സോഷ്യൽ മീഡിയ, എന്നെപ്പോലുള്ള കുറേ സോഷ്യൽ മീഡിയ ആൾക്കുണ്ട്, അവരുടെ വാചാലം അനുസരിച്ച് ഇതൊന്നും ചെയ്യേണ്ട കാര്യമില്ല. ഇന്ന് ഒരു മാധ്യമപ്രവർത്തകൻ്റെ ഞാൻ പേരൊന്നും പറയുന്നില്ല, പറഞ്ഞു കേട്ടോ, 6 കോടി ആൾക്കാരെന്തോ ഒരു വാർത്ത കിട്ടി, എന്തോ വാർത്തയാണെന്നറിയില്ല, 6 കോടി വാർത്ത കേട്ടിരിക്കുന്നു. ചുമ്മാ ഒരു മൈക്കും വെച്ച് കാട്ടിക്കൂട്ടി ഓരോരുത്തരും കാട്ടിക്കൂട്ടത്. ഇപ്പോൾ കേരളത്തിൽ കത്തി നിൽക്കുന്ന കുറേ പെണ്ണുങ്ങളെങ്ങാണ്ട് ഇവിടെ ബാംഗ്ലൂരിൽ പോയി ഗർഭചിത്രം അലസിപ്പിക്കാൻ പോയിരുന്നു. അപ്പോൾ അതിനെ അന്വേഷിച്ച് പോലീസ് പോവുകയാണ്. ഇവര് ഷെയും നാണക്കേടാണ്, വെറും നാണം കെട്ട ഏർപ്പാടല്ലേ, വേറെ ഒന്നുമില്ല. ഇപ്പോൾ പോലീസിന് ജോലിയില്ല. ഇപ്പോൾ ക്രൈം ബ്രാഞ്ചിന് രാത്രി ആരാണ് ഫോണിൽ സംസാരിച്ച് ആരുമായിട്ടാണ് ഇവിടെ കാട്ടിക്കൂട്ടാത്ത ഒരു കൊള്ളതായ്മകൾ, ഇവിടെ മൊത്തം കൊള്ളതായ്മകൾ. അതായത് സ്ത്രീയും പുരുഷനും തമ്മിലൊക്കെ ഇവിടെ അരുതാത്തതാണ് ഇപ്പോൾ നടക്കുന്നത്. അതെല്ലാം പോലീസുകാർക്ക്, അവർക്കൊന്നും കേസില്ല, ഒന്നുമില്ല. ഇനിയിപ്പോൾ ഈ രാത്രി ഒന്ന് സൂര്യൻ ഉദിച്ചാൽ എത്ര ആൾക്കാർ എവിടെയൊക്കെ പിടിക്കപ്പെടുമെന്ന് അവർക്കറിയാം, സൂര്യൻ ഉദിക്കില്ല. അതുകൊണ്ട് ഞാൻ എല്ലാ ബഹുമാനപ്പെട്ട ജനങ്ങളോടും പറയുന്നു, നമ്മുടെ രാജ്യം അത്ര കണ്ട് സുരക്ഷിതമല്ല എക്കണോമിക്കലി, പല രീതിയിലും. അതിനൊന്ന് കറക്റ്റ് ചെയ്യണം. അതിന് പൊതുജനങ്ങളും ഭരണപക്ഷത്തുള്ളവരും ഏകോപിപ്പിച്ചുള്ള ഒരു സംവിധാനം നമ്മൾ രൂപപ്പെടുത്തിയെടുക്കണം. തെറ്റുകളെ തെറ്റായി കാണുക, ശരിയെ ശരിയായി കാണുക. കാണാം വീണ്ടും മറ്റൊരു വീഡിയോയിലൂടെ. ഞാൻ GK തുമ്പക്കാരൻ. താങ്ക് യു.